ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ടുവന്ന വണ്ടിയാണ്. നിലവിൽ വണ്ടി ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചേക്കായിരുന്നു. അതും പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബേറ്ററിൻ്റെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ. കാർബേറ്റർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. ഒന്നാമത് ചോക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോയിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ഈ സ്ലൈഡർ സ്റ്റക്കാണ്. ഈ സ്ലൈഡർ സ്റ്റക്കാവുണ്ട് കാർബേറ്റർ നല്ല രീതിയിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് വേണമെങ്കിൽ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്ത് കയറ്റിയാലും ഒന്നാമത് മിസ്സിങ് ഉണ്ടാവും. പിന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് ഓൾറെഡി നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒരു ചാർജ് വരുമല്ലോ. നമുക്കതിന് ക്ലീനർ അതേപോലെ ജെറ്റ് കാര്യങ്ങളൊക്കെ സ്ലോ ജെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടൊക്കെ വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു എമൗണ്ട് വരും. അപ്പോൾ അത് നമുക്ക് നഷ്ടത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് 99%. പറ്റുന്നുണ്ടെങ്കിൽ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി കളയാനാണ് ബെറ്റർ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക വണ്ടികളുടെയും കാർബേറ്റർ പ്രോബ്ലം വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ E20 പെട്രോളാണ് നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റാണ് ഈ മൊത്തം വണ്ടികളിൽ കാണിക്കുന്നത് കേട്ടോ. ഈ വണ്ടിക്ക് മാത്രമല്ല, ഒട്ടുമിക്ക വണ്ടികളുടെ അവസ്ഥ തന്നെയാണ്. ഉപയോഗിക്കാണ്ടിരിക്കുന്ന വണ്ടികളുടെ എല്ലാത്തിൻ്റെയും കാർബേറ്റർ കംപ്ലൈൻറ്റിലേക്ക് വരും. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റിയാലാണ് 100% നമുക്കതിനൊരു പരിഹാര മാർഗ്ഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കേണ്ടി ഒന്നാലും ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കും, അതല്ലെങ്കിൽ മിസ്സിങ് കാണിക്കും. ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത 99% കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ആയിട്ട് അയച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 600-650 നമുക്ക് ചിലവ് വന്ന കേസാണ്. അത് പിന്നീട് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആണ് കാർബേറ്റർ മാറ്റേണ്ടി വന്നാൽ പോലും ആ പൈസ നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതും പ്രകാരം നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കുന്നതായിരിക്കും ബെറ്റർ. ഷൈൻ്റെ കാർബേറ്റർ പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 5000 രൂപ മുകളിൽ നമുക്ക് ചിലവ് വരുന്നുണ്ട്. ഏകദേശം ഒരു 5000-1500 അടുത്താണ് നോർമൽ രീതിയിൽ വരാം. കറക്റ്റ് നമുക്ക് അതിൻ്റെ റേറ്റൊക്കെ നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ അല്ല, സ്പാക്കോ എന്ന് പറഞ്ഞൊരു കമ്പനി ഹോണ്ടയ്ക്ക് വേണ്ടിയിട്ട് കാർബേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വാക്വം ഇല്ലാത്ത മോഡലാണ്. വാക്വം പിസ്റ്റൺ ഇല്ലാത്ത മോഡൽ സ്ലൈഡർ ടൈപ്പ് ഒരു കാർബേറ്റർ അവൈലബിൾ ആണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 2800 അടുത്തൊന്നും തോന്നുന്നു അതിൻ്റെ റേറ്റ് വരാം. അത് വെക്കണതായിരിക്കും കുറേ കൂടി ബെറ്റർ. അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പാർട്സുകൾ കമ്പനി പാർട്സ് യൂസ് ചെയ്യാനാണ് പറയാറ്. പക്ഷേ ഇത് വെച്ചാലും മതി എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ രണ്ട് കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ ഈ സെയിം പെട്രോൾ തന്നെയാണ്. കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 99%. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി ഒറിജിനൽ കാർബേറ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 5000 രൂപ മുകളിലെടുത്ത് നമുക്ക് ചിലവ് തന്നെ ഉണ്ട്. മറ്റേന്ന് പറയുമ്പോൾ ഒരു 12,000 രൂപ കുറവാണ്. അപ്പോൾ അതും നമ്മൾ അത് എടുത്താൽ മതി എന്ന് പറയാനുള്ള കാരണമാണ്. രണ്ടിനും ഒരേ റിസ്ക് തന്നെയാണ്. ഉപയോഗിക്കാണ്ടിരുന്ന ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ കമ്പനി ആയിട്ടായാലും ശരിയാണ്, മറ്റേ ഈ പറഞ്ഞ പോലെ സ്പാക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയാലും, ഇപ്പോൾ ഹോണ്ടയുടെ ആയാലും സ്പാക്കോൻ്റെ ആയാലും കാർബേറ്റർ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്ന കാർബേറ്ററിനകത്ത് പെട്രോൾ കിടക്കും, അത് കാർബേറ്റർ കംപ്ലയിൻ്റ് ആക്കും. അത് 100% ഉറപ്പായിട്ടുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് റേറ്റ് കുറവുള്ളത് എടുക്കുന്നതും വാക്വം പിസ്റ്റൺ ഒഴിവാക്കിയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ മെയിൻ്റനൻസ് ഒരല്പം സ്മൂത്തായിരിക്കും. പിന്നെ അതിനേക്കാളും ഉപരി റേറ്റ് കുറവുണ്ട്. രണ്ടും കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കംപ്ലയിൻ്റ് ആയാൽ പോലും നമുക്ക് അത്ര ഒരു കാർബേറ്റർ മേടിക്കുന്ന കാശ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 കാർബേറ്ററിൻ്റെ ടൈമിൽ നമുക്കത് ചേഞ്ച് ചെയ്താൽ വെക്കാനായിട്ട് പറ്റും. നോക്കിയിട്ട് പറയാം. നമ്മളതിൻ്റെ സജഷൻ പറഞ്ഞുള്ളൂ. എന്തായാലും കാർബേറ്റർ അസംബ്ലി മാറ്റി വെക്കേണ്ടതായിരിക്കും ബെറ്റർ കേട്ടോ. അത് തന്നെയാണ് നമുക്ക് ഉള്ളൊരു ഓപ്ഷൻ. അതിപ്പോൾ പുതിയത് വെച്ചാലും ഉപയോഗം ഇതേ രീതിയിൽ തന്നെയാണ്. വണ്ടി ഉപയോഗിക്കാത്തൊരവസ്ഥയിലാണെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. അതും കൂടി അറിഞ്ഞിട്ട് വേണം തീരുമാനം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം, എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച്. ഓക്കെ.